വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ അന്വേഷണം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കും. 6 അംഗ അന്വേഷണ സംഘം CMRLന്റെയും KSIDCയുടെയും ഇടപാടുകളും അന്വേഷിക്കും. നിലവിലെ ROC അന്വേഷണം SFIOയ്ക്ക് കൈമാറി. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഇനി എക്സാലോജിക്കിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുക. വിവരങ്ങൾ. രോഹിണി, എക്സലോജിക്കിനെതിരെ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി രോഹിണി പറഞ്ഞതുപോലെ തന്നെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ്. നേരത്തെ തന്നെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, ക്രമക്കേടുകൾ എല്ലാം തന്നെ വ്യക്തമാകുന്ന നിരവധി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് CMRLന്റെയും ഒപ്പം തന്നെ KSIDCയുടെയും ഇടപാടുകൾ അടക്കം അന്വേഷിക്കുന്നത്. കാരണം CMRLനും ഒപ്പം തന്നെ എക്സലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള അനധികൃതമായ ഇടപാടുകൾ പലതും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് നിഷേധിക്കുന്ന ഒരു സമീപനമായിരുന്നു മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മകൾ വീണ വിജയനും എല്ലാം സ്വീകരിച്ചിരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിർണായകമായി തന്നെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ അന്വേഷണം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഒരു വിശദമായി തന്നെയുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണത്തിന് യാതൊരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളുമില്ല എന്ന കാര്യം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. 2 കമ്പനികൾക്കെതിരെയും കമ്പനി നിയമത്തിലെ സെക്ഷൻ 210 അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടായിരുന്നു കോടതിയിൽ മെമ്മോ സമർപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അവരുടെ കമ്പനിയായ എക്സലോജിക് സൊല്യൂഷൻസിനുമെതിരെ ആരോപണങ്ങളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിക്കുന്നതിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് SFIOയുടെ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും മുഴുവൻ വിവരങ്ങളും, മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും, എക്സലോജിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും. സോഫ്റ്റ്വെയർ സ്ഥാപനത്തിന്റെയും കൊച്ചി ആസ്ഥാനമായുള്ള കമ്പനിയുടെയും കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് SFIO കൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന കാര്യം കോടതി ചോദിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന കാര്യം കഴിഞ്ഞ ദിവസം കോടതിയും തിരക്കിയിരുന്നു. ഈ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ വിശദമായി തന്നെയുള്ള അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും എക്സലോജിക്കുമായി ബന്ധപ്പെട്ടും അതിന്റെ അനധികൃതമായി തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. വീണ വിജയന് എന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് അടക്കം പണം കൈകാര്യം ചെയ്യുന്നതിന് വരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തട്ടിപ്പും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇക്കാര്യത്തിൽ പോകുന്നത്. മതിയായ ഈ സേവനങ്ങൾ ഒന്നും തന്നെ നൽകാതെ ഒരു കമ്പനിയിൽ നിന്നും തുടർച്ചയായി പണം കൈപ്പറ്റുക, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ പണം കൈപ്പറ്റിയത് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയതിന്റെ പേരിലാണ് എന്ന് വരുത്തി തീർക്കുക അടക്കമുള്ള നടപടികൾ എക്സലോജിക്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വിശദമായി പുറത്തു വരുന്ന ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. രോഹിണി, പോലെ തന്നെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു. നമുക്കറിയാം, ആദ്യം കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം ROCയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എക്സാലോജിക്കിന്റെ പല ഇടപാടുകളും കമ്പനി ആക്ടിനെതിരായിരുന്നു എന്നുള്ളതായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയത്. അന്ന് തന്നെ അന്വേഷണം കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് കൈമാറിയതുമാണ്. എന്തായാലും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് കൂടി അന്വേഷണം എത്തുന്നത്. നമുക്കറിയാം, ഇതിനുവേണ്ടി 2 ഹർജികൾ ഹൈക്കോടതിക്ക് മുൻപാകെ എത്തിയിരുന്നു. ഷോൺ ജോർജ് ആയിരുന്നു ഹർജികൾ ഫയൽ ചെയ്തിരുന്നത്. എന്തായാലും ഇനി ഇത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുക വഴി കൂടുതൽ ഗൗരവതരമായ ഒരു സ്വഭാവം കൈവരിക്കുകയല്ലേ ചെയ്യുന്നത്? രോഹിണി, തീർച്ചയായും ഈ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായി തന്നെ ഒരു സാമ്പത്തിക ഇടപാടുകളിലെ പൂർണ്ണമായും തന്നെ വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. 2017-നും 2020-നും ഇടയിൽ 1,72,00,000 രൂപ CMRL നൽകി എന്ന വിവരം പുറത്തു വന്നിരുന്നു. എക്സലോജിക്കിന് നൽകിയെന്ന വിവരം പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൃത്യമായി തന്നെയുള്ള ഒരു അന്വേഷണം നടക്കുന്നത്. നിയമപ്രകാരം ആയിരുന്നില്ല കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, എക്സലോജിക് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എന്ന് കൂടുതൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് എല്ലാം തന്നെയുള്ള അന്വേഷണമാണ് ഇതിനൊപ്പം പുരോഗമിക്കുകയും ചെയ്യുക. മാത്രമല്ല, ഈ കാര്യത്തിൽ SFIO അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായും അനുബന്ധ കമ്പനികൾ, എക്സലോജിക്കുമായി ബന്ധപ്പെട്ട അനുബന്ധ കമ്പനികളുടെ ഇടപാടുകളും ഷെൽ കമ്പനികളുടെ ഇടപാടുകളും അടക്കം പരിശോധിക്കപ്പെടുകയും ചെയ്യും. അത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ നടക്കുകയും ചെയ്യുക.
ജിജീഷ്, അതോടൊപ്പം KSIDCയും കൂടി ഈ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അനധികൃത ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല 6 അംഗ അന്വേഷണ സംഘം CMRLനെയും KSIDCയുടെയും ഇടപാടുകൾ അന്വേഷിക്കുക കൂടി ചെയ്യുമ്പോൾ വ്യവസായ വകുപ്പ് കൂടി ഉത്തരം നൽകേണ്ട സാഹചര്യത്തിലേക്കല്ലേ എത്തുന്നത്? KSIDCയിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമ്പോൾ, അതായത് സ്വകാര്യ കമ്പനിയായ CMRLനൊപ്പം സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDCയിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കാര്യത്തിൽ സർക്കാർ തലത്തിൽ തന്നെ മറുപടി പറയേണ്ട നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സ്വാഭാവികമായും മാത്രമല്ല, CMRLയും KSIDCയുടെയും ഇടപാടുകൾ അന്വേഷിക്കുമ്പോൾ ഈ എക്സലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ പൂർണ്ണമായ വിവരങ്ങൾ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്യുക. അവിടെ അനധികൃതമായി സർക്കാർ തലത്തിലുള്ള സ്ഥാപനങ്ങൾ തന്നെ ഇത്തരത്തിൽ വീണ വിജയന്റെ കമ്പനിക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവുകൾ തന്നെയായിരിക്കും ഈ അന്വേഷണത്തിന്റെ ഭാഗമാവുക. മാത്രമല്ല, ഇപ്പോൾ SFIക്ക് കൈമാറി കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഒരു ഓർഡർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിലവിൽ CMRLൽ നിന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട KSIDCയുടെ ഇടപാടുകളും വിശദമായി തന്നെ അന്വേഷിക്കും. ജിജീഷ്, അതോടൊപ്പം ഒരു കാര്യം കൂടി, മുഖ്യമന്ത്രി ഇന്നും നിയമസഭയിൽ എക്സാലോജിക്കിനെയും മകളെയും ന്യായീകരിച്ച് സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. തന്റെ കൈകൾ ശുദ്ധമാണെന്നും മകളുടെ കമ്പനിക്ക് ആവശ്യമായ തുക ചിലവഴിച്ചത് ഭാര്യയുടെ പെൻഷൻ കാശിൽ നിന്നുമാണ് എന്നുമായിരുന്നു വിശദീകരണം. പക്ഷേ ഇനിയിപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര കമ്പനീസ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണവും അതോടൊപ്പം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും കൂടി വരുമ്പോൾ കൂടുതൽ കുരുക്ക് മുറുകുന്ന സാഹചര്യമല്ലേ നമ്മൾ കാണുന്നത്? രോഹിണി, തീർച്ചയായും കൂടുതൽ കുരുക്ക് മുറുകുക തന്നെയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തന്റെ കൈകൾ ശുദ്ധമാണ്, ഇതുമായി ഏതെങ്കിലും തരത്തിലുള്ള അനധികൃതമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല, താനോ മകളോ എന്ന കാര്യം തന്നെയായിരുന്നു മുഖ്യമന്ത്രി ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് വാർത്താസമ്മേളനത്തിലടക്കം ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ തെളിവുകൾ പുറത്തുവരുന്നതും കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക്, പ്രത്യേകിച്ച് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടക്കമുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുകയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രാഥമികമായ പരിശോധനയിൽ തന്നെ അനധികൃതമായ ഇടപാടുകൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, ഒപ്പം തന്നെ നിയമവിരുദ്ധ നീക്കങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ ഇവിടെ പൊളിയുകയാണ്. മാത്രമല്ല, എക്സലോജിക്കും വീണ വിജയനും കൃത്യമായി തന്നെ സർക്കാർ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്ന തെളിവുകൾ പുറത്തു വരികയും ചെയ്യുന്നു. അവിടെയാണ് ഒരു സമഗ്ര അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. സ്വാഭാവികമായും ഒന്നുമില്ല അല്ലെങ്കിൽ ഇത് എല്ലാം സുതാര്യമാണ് എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഒരു വിശദമായ അന്വേഷണത്തിന്റെ സ്ഥിതിയിലേക്കും, അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ്. തന്റെ കൈകൾ ശുദ്ധമെന്ന് ആവർത്തിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് വീണ സ്വന്തം മകളുടെ കമ്പനിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളും, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികളുമായി അടക്കം നടത്തിയിട്ടുള്ള പണമിടപാടുകളുടെ ഇത്തരത്തിലുള്ള വിവരങ്ങളും എല്ലാം പുറത്തു വരുന്നത്.